അതെ ജോസേ, ഈ ചെമ്പാനൂർ സ്കൂളിന്റെ പുറവശത്തൊരു വീടുണ്ട്. അതിന്റെ ആധാരം പണയം വെച്ച് ഞങ്ങളുടെ അടുത്തുനിന്ന് കുറെ കാശ് എടുത്തിട്ട് കാലം കുറയാ. ഇപ്പൊ പലിശ ഇല്ല, മുതലുമില്ല. ആരാ പാർട്ടി? ഒരു കിളവനാ. അയ്യോ പാവം കേട്ടപ്പോ ഞങ്ങൾ പറഞ്ഞു പലിശ വേണ്ട, മുതലും കേന്നാ മതി. അത് കേട്ടപ്പോ അയാൾ പറയാ, തരുത്തിലടാ, ചുണയുണ്ടേ വാങ്ങിച്ചോളാം. ഓഹോ, വീട് ഒഴിപ്പിക്കാൻ ചെന്നപ്പോ നടക്കില്ല, നാട്ടിൽ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഒഴിപ്പിക്കടാന്ന് അയാൾ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു ജോസേ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിന്നോട് ആലോചിച്ചിട്ട് തീരുമാനിക്കണം. അത് വേണം. പറ, നമ്മൾ എന്നാ വേണം? അടിച്ചു പുറത്താക്കണം, എല്ലാവരും എന്നാ അഹങ്കാരികള്. എന്നാ പിന്നെ കാര്യം തന്നെ ഏൽപ്പിച്ചു. ഇപ്പൊ തന്നെ പുറത്താക്കാം പോരെ? അയ്യോ ഇപ്പൊ വേണ്ട, രാത്രി ആകട്ടെ, ഇല്ലേ ആളുകൾ അറിയും. അല്ലേ ശ്രമിച്ചാ? നോക്കി, ഇതെന്നാ സൂചന മാത്രം. പൗരസമിതി സിന്ദാബാദ്, പോലീസ് നീതി പാലിക്കുക. എന്നതാ പ്രശ്നം? മുല്ലപ്പെരിയാറാണോ? എന്റെ ജോസെ, പോലീസിന്റെ അഴിഞ്ഞാട്ട് അവസാനിപ്പിക്കണം. ഇന്നലെ രാത്രി നമ്മുടെ കുര്യച്ചനെ പോലീസ് ഓടിച്ച് കിണറ്റിലിട്ടു. കുര്യച്ചനെ പോലീസ് ഇന്നലെ രാത്രി? ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? വെറുതെ ചീട്ടുകളി കണ്ടോണ്ടിരുന്ന ആ പാവു ഇപ്പൊ 2 കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രിയിലാ. അയ്യോടാ, അതിന് നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? നമുക്ക് പോവാം, അല്ലെങ്കിൽ പോലീസിനെ ഇടയ്ക്കടിച്ചിട്ട് കയറ്റം കൂടില്ല. വിട്ടോ താൻ ഉണ്ടാക്കി വെക്കുന്ന ഓരോ ഏടാകൂടങ്ങള്. ഞാൻ പള്ളിപ്പറമ്പിൽ പോയത് സത്യ, പക്ഷെ ആള് കിണറ്റിൽ പോയത് ഞാൻ അറിഞ്ഞില്ല സാർ. താൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. സാറേ സമരക്കാരിങ്ങെത്താറായി. കല്ലേറുറപ്പാ. നമുക്ക് ഹെൽമെറ്റ് വെച്ചാലോ? സാർ, ഞാൻ ജാഗരൂകനാകണോ? താനൊന്ന് പുറത്തോട്ട് നിന്നേ. എന്നാ ഞാൻ ജാഗരൂകനായി പുറത്തോട്ട് നിൽക്കാം. എന്തെങ്കിലും ചെയ്യ്. MLA വിളിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി സമരക്കാരെ പറഞ്ഞു വിടണം. സാർ, ഞാൻ ആ കിണറ്റിൽ ചാടിച്ചെന്ന് നാട്ടുകാര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന. യൂണിഫോം ഇട്ട ആളാ ഓടിച്ചെന്ന് കിണറ്റി വീണ ആള് മൊഴി കൊടുത്തു കഴിഞ്ഞു. സാറേ, ഒരു സംശയം പറയാനുണ്ട്. നമുക്ക് വെടിവെച്ചാലോ? ഇറങ്ങിപ്പോടോ. സാർ, ആരോട് പറയാനാ? വെല്ലടിച്ചാൽ കത്തുന്ന ട്യൂബ് കൊള്ളാം. ഇവിടെ ആണുങ്ങളാരും ഇല്ലേടി? ഇരുട്ടാണല്ലോ. എന്താ മോളെ? ആരാ? എടോ കിളവാ, നിങ്ങൾ ടോമസിന്റെ അടുത്തുനിന്ന് കാശ് മേടിച്ചിരുന്നോ? അത് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്നാ കെട്ടും കിടക്കെടുത്ത് എല്ലാരും ഇറങ്ങിക്കോ. ഞാൻ ഈ വീട് പൂട്ടാൻ പോവാ. പൂട്ട്. അയ്യോ, ചതിക്കല്ലേ മോനെ. എനിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയാ ഞങ്ങളെ കാശ് വാങ്ങിച്ചത്. അതിപ്പോ തിരിച്ചു തരാൻ ഒരു മാർഗവും കാണുന്നില്ല. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ അവൻ പലിശയായിട്ട് വാങ്ങിച്ചു കഴിച്ചു. അതൊന്നും എനിക്കറിയണ്ട. മര്യാദക്ക് എന്നെ നിനക്ക് അറിയില്ല. അമ്മയില്ലാത്ത ഈ 2 പെൺപിള്ളാരെയും കൊണ്ട് ഈ പാതിരാത്രിക്ക് എവിടേക്ക് പോവാന്? എന്തോ കാശ് മേടിച്ചപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ആമ്പിള്ളാരെല്ലാം അല്ലേ? ദാ കണ്ടോ, നിങ്ങളും കണ്ടോ? ഇല്ല, ചിലപ്പോ കാണാൻ പറ്റില്ല. ഞങ്ങളുടെ അച്ഛനൊന്നും ചെയ്യരുതേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി തരണം. എന്തിന് കാലിൽ പിടിക്കണം? തൊട്ടുപോലെ കാലില്. അതെ, ഞാനൊരു കാര്യം പറയാം. സിരസ,
ഞാൻ ഈ വീട് തീ കത്തിക്കാൻ പോകും. അയ്യോ വേണ്ട 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 മോനെ വേണമെങ്കിൽ ഇറങ്ങിക്കോ, എന്നാ രക്ഷപ്പെടാം. വെറുതെ കരഞ്ഞൊളിപ്പിക്കൊന്നും വേണ്ട. ഇതൊക്കെ നിങ്ങളെ ഇറക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല ഭാരം. ഒന്ന് വഴിമാറിയേ, മാറി നിൽക്കും. വാതിക്കലാവും നിൽക്കുന്നു. കാലി ചെമ്പാണല്ലോ കളവാ, പൂത്ത അച്ചാറ്. വീണ്ടും വഴിമാറിക്കോ, വീണ്ടും 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 മാറാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ സാധനങ്ങളൊക്കെ പുറത്തിട്ടിട്ടേ ഞാൻ വീട് കത്തിക്കൂ. അതാ എൻ്റെ ഒരു രീതി. എത്ര വീട് ഞാൻ കത്തിച്ചിരിക്കുന്നു, എത്ര വീട് ഞാൻ കത്തിക്കാനിരിക്കുന്നു. അതെ, ഇത് സത്യമാണെന്നറിയാൻ ആരോടും ചോദിക്കില്ലേ. ഇനി 2 minutes ബ്രേക്ക്. മണം 2 minutes കഴിയാറായേ. സാധനങ്ങളൊന്നും നശിപ്പിക്കണ്ട, ഞങ്ങള് മണ്ണിൽ ഇറങ്ങി തരാം. എന്നാ ഞാൻ വീട് കത്തിക്കൂല, പക്ഷെ പൂട്ടും. പൂട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ പൂട്ടും. മറിക്കാം മറിക്കാം മറിക്കാം. മണിച്ചിത്രത്താഴിട്ട് ഞാൻ പൂട്ടും. ഒരു ബെല്ല് വെക്കണമായിരുന്നു കേട്ടോ, ലൈറ്റ് വേണ്ട. ഞാൻ നേരത്തെ ആ കൺഫ്യൂഷനിലായി. എന്നതാ എന്നതാ പ്രശ്നം? ഒന്ന് കാണണം മെസ്സേജ് പറഞ്ഞു. അത്രേ ഉള്ളൂ, അതിനെന്താ കാണാലോ. അല്ല എടാ, സാറേ എത്ര നാളായി ഇതിനകത്ത് കേറിയിട്ട്. പണ്ട് രായസാറുള്ളപ്പോ ഞാൻ എന്നും വരും. രായസാറ് പൈസ തരും, ഞാൻ പോയി ഫുള്ള് വാങ്ങും. ഞാനും പങ്കം പോലീസും രായസാറും കൂടെ പിന്നെ ഇവിടെ ഇരുന്ന് അടിയോടടിയാ. എന്ത് രസമായിരുന്നെന്ന്. അയ്യോ, അതൊക്കെ ഒരു കാലം. എന്താടാ നിന്റെ പേര്? ജോസ്. ചുരട്ട ജോസാണോടാ? അങ്ങനെയും പറയും. നീ പോലീസ് വേഷത്തിൽ ആൾമാറാട്ടം നടത്തും, എന്നിട്ട് ആളെ ഓടിച്ച് കിണറ്റി ചാടി അല്ലടാ? അയാളെ കൊല്ലാൻ നോക്കിയതല്ലടാ നീ? നിന്നെ നോക്കി നടക്കുകയായിരുന്നു ഞാൻ. വിളിക്കലടാ ഹംകെ. ഇവനാ അയാളെ ഓടിച്ച് കിണറ്റി ചാടിച്ച്. ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. എന്റെ മോളെ പ്രേമിക്കുന്നവനെ അടിച്ചോടിച്ചോളാന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് അവസാനം ഓലെ രണ്ടാളി കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞ ചോരായിപ്പ. നന്ദില്ലാത്ത ബലാല്. ഹലോ, മിസ് കോഡ് തന്നു പറ്റിക്കുന്നോടെ നിന്നെ അങ്ങോട്ട് കേറാ. അങ്ങോട്ട് അവൻ നിന്ന് മേടിക്കുക. കേട്ട കുറച്ച് ദിവസം അവിടെ. അല്ല ഹജേരെ, അല്ല വാഴക്കൊല്ലച്ചൻ വരുന്നുണ്ടല്ലോ. അസ്സലാമു അലൈക്കും അച്ചോ. വലൈക്കും. സ്തുതിയായിരിക്കട്ടെ. അച്ചോ, കുർബാനയൊക്കെ കഴിഞ്ഞോ? എന്റെ അന്ത്യകുദാശ ബാക്കിയുണ്ട്. വെറുതെ എന്റെ പുറംകാലിന് ജോലി ഉണ്ടാക്കരുത് കേട്ടോ. എവിടെ ചൂട്ടാ? അകത്തൊരു ഡിസ്കഷൻ
ലൊക്കേഷൻ ഇടയ്ക്ക് ഡിഷിൻ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ ജോസിന്റെ കാര്യം? എന്ത് കാര്യം? സാറെ, പള്ളിപ്പെരുന്നാൾ ഒരു നാടകം കളിച്ചതാ. അബദ്ധത്തിൽ ഞാൻ ഇവനെയും കയറ്റി. ഇപ്പൊ നാട്ടുകാരും പള്ളിക്കാരും എന്റെ നെഞ്ചത്ത് നാടകം കളിക്കാൻ നിൽക്കുക. സാറ് എങ്ങനെയെങ്കിലും ഇത് ഒതുക്കി തീർക്കണം. എന്തൊതുക്കാനാ? പോലീസ് വേഷം ധരിച്ച് ആൾമാറാട്ടം നടത്തി നിരപരാധിയായ ഒരാളെ കിണറ്റിൽ ചാടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാ. അതാ കേസ്. ഞാനാ ഓടിച്ച് കിണറ്റിൽ ചാടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞേ നാട്ടുകാരോട് സമരം നടത്തി. കുര്യച്ചനോട് ഞാൻ സംസാരിച്ചു. അവര് ഒത്തീർപ്പിന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഒത്തീർപ്പാക്കാൻ പറ്റത്തില്ല. ഇത് എന്റെയും കൂടെ പ്രശ്നമാ. എന്റെ ജോലി പോകുന്ന കേസായത്. സാറേ, ഒന്നും മനഃപൂർവ്വമല്ല, ഒരബദ്ധം പറ്റിയതാ. സാർ എനിക്ക് വേണ്ടി ഒരു തവണ ക്ഷമിക്കണം.